പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൈപ്പർ ടെൻഷൻ, അതായത് രക്തസമ്മർദ്ദത്തെ പറ്റിയിട്ടാണ്. സോ എങ്ങനെയാണ് ഈ ഹൈപ്പർ ടെൻഷൻ വരുന്നത്, എന്താണ് ഈ ഹൈപ്പർ ടെൻഷൻ, സോ നമുക്ക് എങ്ങനെയൊക്കെ ഇത് റെഡ്യൂസ് ചെയ്യാം. സോ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ആർട്ടറീസ്, അതായത് രക്തക്കുഴലുകളിൽ അമിതമായിട്ടുള്ള ബ്ലഡ് റഷ് ഉണ്ടാകുമ്പോഴത്തേക്കുമാണ് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകുന്നത്. സോ ഈ ഹൈപ്പർ ടെൻഷൻ ഒരു 30 വയസ്സിന് ശേഷമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ കൂടുതലായിട്ടും ഇത് ശ്രദ്ധിക്കപ്പെടുകയും അല്ലെങ്കിൽ ചെക്കപ്പിനൊക്കെ പോകുമ്പോൾ ഇത് കൂടുതലായിട്ട് കോമൺ ആയിട്ട് ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നത് ആ ഒരു ഏജ് ഗ്രൂപ്പിന് ശേഷമാണ്. സോ ഇത് എങ്ങനെയൊക്കെയാണ് വരുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് വരുന്നത് എന്ന് പറഞ്ഞാൽ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ഏജ് തന്നെയാണ്. രണ്ടാമത് പറയുന്നത് ഒബിസിറ്റി, അമിതമായിട്ടുള്ള വണ്ണം. മൂന്നാമത് പറയുന്നത് നമ്മളുടെ ലൈഫ് സ്റ്റൈൽ, അതായത് സ്മോക്കിംഗ്, ആൽക്കഹോൾ പോലത്തെ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് കാരണം വരാം. നാലാമത് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറ്റിക് കോസ്. ഇപ്പൊ പാരമ്പര്യമായിട്ടും അച്ഛനോ അമ്മയ്ക്കും ഒക്കെ ഹൈപ്പർ ടെൻഷൻ ഉണ്ടെങ്കിൽ നമ്മൾക്ക് വരാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. അതുപോലെ തന്നെ വേറൊരു പ്രത്യേകതരമായിട്ടുള്ള ഒരു കാരണമാണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ, അതായത് സെഡൻഡറി ഹാബിറ്റ്സ്. ഒരു വ്യായാമവും ഇല്ല, വർക്ക്ഔട്ട് ഒന്നുമില്ലാതെ എപ്പോഴും ഈ ഒരു ഇരുന്ന് ജോലി ചെയ്യുന്നത്, അതല്ലെങ്കിൽ ഒരു വ്യായാമവും ഇല്ലാത്ത ലൈഫ് സ്റ്റൈലില് ഈ ഒരു ഹൈപ്പർ ടെൻഷൻ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു അസുഖമാണ്. ഇതിന് നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിലൂടെ നമുക്ക് എങ്ങനെയൊക്കെ ഇത് കുറയ്ക്കാം. അപ്പോ ഈ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്ന അസുഖത്തിന് നമ്മുടെ സോഡിയത്തിന്റെ അളവ് കുറച്ചിട്ട് പൊട്ടാസ്യത്തിന്റെയും കാൽഷ്യത്തിന്റെയും മെഗ്നീഷ്യത്തിന്റെയും അളവുകൾ കൂട്ടുക. അങ്ങനത്തെ ഫുഡ് ഐറ്റംസ് കൂടുതലായിട്ടും നമ്മുടെ ഡയറ്റിൽ കൊണ്ടുവരിക. അപ്പോൾ ഉപ്പ് അധികമായിട്ട്, അതായത് സോഡിയം അടങ്ങുന്ന ഭക്ഷണങ്ങൾ അധികമായിട്ട് കഴിക്കാതിരിക്കുക. നമ്മുടെ ഡെയിലി റുട്ടീൻ ഓഫ് ലൈഫിൽ ഒരു 5 to 6 ഗ്രാം ഓഫ് സോൾട്ട് മാത്രമേ ആവശ്യമുള്ളൂ. കൂടിപ്പോയ ഒരു 7 ഗ്രാം, അതിൽ കൂടുതൽ സോൾട്ട് നമ്മൾ കൺസ്യൂം ചെയ്യാൻ പാടില്ല. ഇത് കാരണം ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകും. സോ ഇത് മാക്സിമം കുറയ്ക്കുക. പിന്നെ ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ കൂടുതലും നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഈ പൊട്ടാസ്യം, കാൽഷ്യം, മെഗ്നീഷ്യം എന്ന് പറയുമ്പോഴത്തേക്കും ഉറപ്പായിട്ട് നമ്മുടെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആണ് അടങ്ങുന്നത്. അപ്പൊ ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ പേരയ്ക്ക, നമ്മുടെ ഏത്തപ്പഴം, അതുപോലെ തന്നെ നെല്ലിക്ക, ഇതൊക്കെയാണ് പൊട്ടാസ്യം കൂടുതൽ അടങ്ങിയ ഫുഡ് ഐറ്റംസ്. പിന്നെ വെജിറ്റബിൾസ് പറയുമ്പോഴത്തേക്കും ബ്രോക്കോളി, അവഗാഡ്രോ പോലത്തെ ഐറ്റംസ്, ടൊമാറ്റോ, കുക്കുംബർ, ഇതെല്ലാം വളരെ നല്ലതാണ്. ഹൈപ്പർ ടെൻഷൻ ഉള്ള ആൾക്കാർക്ക് ഈ ഒരു ഫുഡ് ഐറ്റംസ് വളരെ നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങുന്ന മീനുകൾ എന്ന് പറയുമ്പോഴത്തേക്കും കുഞ്ഞു കുഞ്ഞു ഫിഷസ് ഇല്ലേ, അതൊക്കെ നല്ലതാണ്. മത്തി, അങ്ങനത്തെ ചെറിയ ചെറിയ മീനുകളിൽ ഒമേഗ 3 ഫാറ്റി ആസിഡ് കൂടുതലാണ്. അപ്പൊ അതും നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതാണ്. സോ നിങ്ങളിപ്പോൾ ഡയറ്റ് എടുക്കുമ്പോഴും ഒരു ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം ഉള്ള ഡയറ്റുകൾ എടുക്കുക. ഇതൊക്കെ നല്ലതാണ് ഇങ്ങനത്തെ പേഷ്യൻസിന് എന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ മെഡിസിൻ കഴിക്കേണ്ടേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മെഡിസിൻ കഴിക്കണം. ബിക്കോസ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്ന അസുഖം ആൾക്കാർ ആദ്യമേ കാണുമ്പോഴേ ഇതങ്ങ് പൊക്കോളും, അല്ലെങ്കിൽ ഞാൻ ഇതിന് മരുന്ന് എടുത്തു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ എനിക്ക് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കണം, അങ്ങനെ നിങ്ങളൊന്നും ചിന്തിക്കരുത്. ബിക്കോസ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്ന അസുഖം ഒരു തവണ വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കുറയ്ക്കാനും നമുക്ക് പറ്റില്ല. പക്ഷേ അത് നമ്മുടെ ലൈഫിൽ പിന്നെയും ഒരു എന്താ പറയാ അത്രയ്ക്കും സിവിയർ ആയിട്ടുള്ള കേസസ് കൊണ്ടുവരാതെ നമുക്ക് അതിനെ പ്രിവെന്റ് ചെയ്യാം. സോ അങ്ങനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഫുഡ് ഐറ്റംസ്, റെഗുലർ എക്സസൈസസ് ഒക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക, പ്ലസ് മെഡിസിനും കൂടെ കഴിക്കാം. സോ ഹൈപ്പർ ടെൻഷന് അലോപ്പതിയിൽ ട്രീറ്റ്മെന്റ് ഉള്ളതുപോലെ തന്നെ ഹോമിയോപ്പതിയിലും ഹൈപ്പർ ടെൻഷന് ട്രീറ്റ്മെന്റ് ഉണ്ട്. പിന്നെ അലോപ്പതി കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ ഒറ്റയടിക്ക് അലോപ്പതി ട്രീറ്റ്മെന്റ് നടത്താൻ പറയത്തില്ല. പതിയെ ഗുളികകൾ കുറച്ച് വന്നിട്ട് ഹോമിയോപ്പതിക് ട്രീറ്റ്മെന്റ് കൊടുക്കും. സോ ഹോമിയോപ്പതിയിലും ഹൈപ്പർ ടെൻഷന് മെഡിസിൻസ് അവൈലബിൾ ആണ്. ഈ പറയുന്ന ഫുഡ് ഐറ്റംസ് മാക്സിമം നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതലായിട്ടുള്ള സിവിയർ ഫോമിലേക്ക് പോവാതെ നമുക്കതിനെ ഒന്ന് തടഞ്ഞു നിർത്താം. അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോവാം, അതിന്റെ ഒരു ലെവൽ മെയിൻറ്റെയിൻ ചെയ്ത് പോവാം. സോ ഹൈപ്പർ ടെൻഷൻ കാരണം ഒട്ടേറെ കോംപ്ലിക്കേഷൻസ് നമ്മുടെ ലൈഫിൽ ഉണ്ടാകാം. സ്ട്രോക്ക്, അതുപോലെ തന്നെ ഹാർട്ട് കംപ്ലൈൻസ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഇങ്ങനത്തെ ഫുഡ് ഐറ്റംസ് അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ ഒന്ന് മാറ്റി പിടിക്കാം. വേറെ ഒന്നുമില്ല. സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി പുതിയ വീഡിയോസുമായി വീണ്ടും വരുന്നത് വരെ ഇറ്റ്സ് മൈ ടോക്ക് വിത്ത് ഡോക്ടർ ആർട്ടിസ്റ്റ് സൈനിങ് ഓഫ്. താങ്ക് യു.